ഞാൻ ഡോക്ടർ സജീവ് മറ്റത്തിൽ. ഞാൻ ഈ രോഗനിർണയ ക്യാമ്പുകളെ കുറിച്ചാണ്, അത് നമുക്ക് നല്ലതാണോ ചെയ്യുന്നതെന്നുള്ളൊരു സംശയമാണ്. ആ സംശയത്തെയാണ് നിങ്ങളോട് പറയുന്നത്. രോഗനിർണയ ക്യാമ്പുകൾ അവർ ക്യാൻസർ നിർണയ ക്യാമ്പായാലും വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ ശരീരത്തിൽ കാര്യമായ കെമിക്കൽ ചേഞ്ചുകളുടെ പരിശോധനകൾ നടത്തും. സത്യത്തിൽ കെമിക്കൽ ചേഞ്ചുകൾ വരുന്നത് നമ്മുടെ ശരീരം സുഖമാക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളൊരു പനി വന്ന ഒരാളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒത്തിരി കെമിക്കൽ ചേഞ്ചുകളുണ്ടാവും. അപ്പോൾ ആ കെമിക്കൽ ചേഞ്ചുകൾ ശരിയാക്കുന്നതിന് വേണ്ടിയാണ് ആധുനിക വൈദ്യശാസ്ത്രം പോലുള്ള വൈദ്യശാസ്ത്രങ്ങൾ മരുന്നുകൾ കൊടുത്ത് അതിനെ ക്രമപ്പെടുത്തുവാണ്. ഇതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഈ പനി വന്നു കഴിഞ്ഞാൽ, പനി പോയി കഴിയുമ്പോൾ കെമിക്കൽ ചേഞ്ചുകൾ നോർമലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ മെയിൻ്റനൻസ് ക്ലീനിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള വേസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു പരിശോധനാ ഫലമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ പരിശോധനാ ഫലത്തെ നോക്കിക്കൊണ്ട് നമ്മൾ ചികിത്സ കൊടുത്താൽ നമ്മൾ രോഗിയാവുകയുള്ളൂ. ഇപ്പം ഞാൻ ക്യാൻസറുള്ള രോഗികൾക്ക് ഇല്ലാതെന്ന് മനസ്സിലാക്കിയിട്ടും ഈ ആദ്യത്തെ ക്യാൻസർ പരിശോധനയിൽ പിന്നീട് ഒരു ക്യാൻസർ ഉണ്ടാകുന്നില്ല. കാരണം അവർക്ക് ക്യാൻസർ ഇല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ക്യാൻസറിന് വേണ്ടി കീമോ ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാൻസർ ആയ രോഗികളെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്തരം ഏത് ചികിത്സകൾ നടത്തുമ്പോഴും നമ്മൾ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് മാത്രം നോക്കുക. ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാതെ ചികിത്സ മേടിച്ചാൽ അവർ രോഗികളായി പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കിഡ്നി രോഗികൾ മരുന്ന് കഴിച്ച് ഇക്കാർ ക്രിയാറ്റിൻ ലെവലിൻ്റെ ഭയങ്കരമായ പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. ആധുനികത വളർന്നു പോകുന്തോറും മരുന്നുകളുടെ ഉപയോഗം കൂടിക്കൂടി പോവുകയാണ്. അതോടെ രോഗിയുടെ എണ്ണം കൂടുന്നു, രോഗികൾ കുഴഞ്ഞു വീണ് മരണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്.